ഈശോ സുവിശേഷ വേല ആരംഭിച്ചപ്പോൾ അപ്പസ്തോലന്മാരായിട്ട് തിരഞ്ഞെടുത്തത് പഴയ തോൽക്കുടത്തിനെ അല്ല. എന്ന് പറഞ്ഞാൽ ഫരിസേയരും നിയമജ്ഞരും ദൈവശാസ്ത്രം അറിയാവുന്ന ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ, അവരാരെയും എടുത്തില്ല. പിന്നെ ആരെടുത്തു? വെറും കടപ്പുറത്ത് മുക്കുവന്മാരായിട്ടുള്ള കുറേ പേരെടുത്തു. ഈ നിയമമോ ഇതൊന്നും കാര്യമായിട്ട് അറിയാത്ത ആളുകളാണ്. അതാണ്. എന്നിട്ട് യേശു തൻ്റെ പുതിയ നിയമവും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവും അവർക്കും കൊടുത്തു. 9-ാം അധ്യായം ലൂക്ക 9:1-2 വചനം ഒന്ന് നോക്കിയേ. ലൂക്ക 9:1-2 വചനം എന്താ പറയുന്നത്? അവൻ 12 പേരെ തിരഞ്ഞെടുത്തു, അവർക്ക് സകല പിശാചുക്കളുടെയും മേലും രോഗികളെ സൗഖ്യപ്പെടുത്തുന്നതിനും. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അവൻ പറഞ്ഞു, മതി, വെയിറ്റ്. ഈ 2 വചനത്തിൽ 3 കാര്യമുണ്ട്. ഒന്ന്, അവൻ അവരെ വിളിച്ചു. വിളി. 2, കൊടുത്തു. എന്തു കൊടുത്തു? എല്ലാ അധികാരങ്ങളും വരദാനങ്ങളും കൊടുത്തു. 3, അയച്ചു. He called them, he gave them, he sent them. അവൻ വിളിച്ചു, അവൻ കൊടുത്തു, അവൻ അയച്ചു. അപ്പോൾ അവൻ വിളിച്ചപ്പോൾ അവർ ആ വിളി സ്വീകരിച്ചു വന്നു. അതും അവരുടെ ശക്തിയൊന്നുമല്ല. വിളിച്ചവൻ വിളിച്ചാൽ ആ വിളിയുടെ ഉള്ളിൽ തന്നെ ആ ശക്തിയുണ്ട് അവനെ കൊണ്ടുവരാൻ. ഇനി അവരെ അയക്കുകയാണ്. അവരെ അയക്കുമ്പോൾ ഇപ്പം നമ്മളൊരു കാർപ്പൻ്ററെ വിളിച്ചു, ഒരു ആശാരിയെ വിളിച്ചു, ഇങ്ങനെ ഒരു പ്രസംഗപീഠം ഉണ്ടാക്കണം. ശരി, ഉണ്ടാക്കാമല്ലോ. ഇതാണ് അതിനുള്ള മരം ഉണ്ട്. ഇനി ഈ കാർപ്പൻ്ററിൻ്റെ അടുത്ത് എന്തുണ്ടാകണം? ഉളിയും കൊട്ടോടിയും വാളും ഉപകരണങ്ങളുണ്ടാകണം. ഉപകരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ മരം ചെത്തി മിനുക്കി ഇതുപോലെ ഷേപ്പിലാക്കാൻ പറ്റുള്ളൂ. എന്ന പോലെയാണ് സുവിശേഷ വേല ചെയ്യാൻ കർത്താവിൻ്റെ ശിഷ്യനാകാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ശിഷ്യത്വത്തിലൂടെ ചെയ്യേണ്ടതായ സുവിശേഷ വേലയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, കാരിസംസ്. സുവിശേഷ വേല ചെയ്യാൻ ഈ കാരിസം ഇല്ലാതെ സാധ്യമല്ല. ഇപ്പം ഞാൻ ഒരു എഞ്ചിനീയർ ആയിരുന്നു, പെട്ടെന്ന് ഈ വള്ളപ്പണി എടുത്തിരുന്ന മുക്കുവന്മാരെ വിളിച്ച മാതിരി എന്നെ വിളിച്ചിട്ട് എന്ത് തന്നു. അഥവാ എൻ്റെ ഉള്ളിൽ മാമോദീസായിലൂടെ ഉണ്ടായിരുന്ന വരങ്ങളെ ഉണർത്തി. അന്ന് തന്നെ ഞാൻ സുവിശേഷ വേല ആരംഭിച്ചു. അന്ന് തന്നെ എന്ന പോലെ അവൻ അവരെ വിളിച്ചു. അവൻ സകല അധികാരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും അവർക്ക് കൊടുത്തു. അവരെ അയച്ചു പോയി ദൈവരാജ്യം പ്രഘോഷിക്കാൻ. അപ്പോൾ നമ്മളെല്ലാവരെയും ദൈവം വിളിച്ചിട്ടുണ്ട്, സംശയമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മൾ എന്തെല്ലാം അപ്പോസ്റ്റലേറ്റിലാണോ ജോലി ചെയ്യുന്നത്, എന്നാൽ അതിൻ്റെ ഉള്ളിലെല്ലാം യേശുവിനെ എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള അത് ചെയ്യാനുള്ള വരങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, വരദാനങ്ങൾ. ആ വരദാനങ്ങൾ ഉണ്ടെങ്കിലേ സുവിശേഷ വേല ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 5 ദിവസമായിട്ട് ഒരു കടലാസും ഇല്ലാതെ ഞാനിവിടെ നിലയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്, ഇല്ലേ? ഇത് എൻ്റെ കഴിവാണോ? ഇതിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല, ഇത് പരിശുദ്ധാത്മാവിൻ്റെ വരമാണിത്. ദിസ് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ വരം നിങ്ങളിലും ഉണ്ട്, എല്ലാവരിലും ഉണ്ട് ഈ വരം. അതുകൊണ്ടാണ് മാമോദീസായുടെ കണ്ടന്റ് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് മാമോദീസായിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്? മാമോദീസായിലൂടെ
ഉത്ഭവഭാവം മുഴുവനും മാറ്റുകയും നമ്മളെ പുതിയ സൃഷ്ടിയാക്കുകയും നമ്മൾ ദൈവനീതി നടപ്പാക്കുകയും ദൈവമക്കളാക്കി മാറ്റുകയും ചെയ്തു എന്നത് ഒരു വശമാണെങ്കിൽ, മറുവശത്ത് യേശു ചെയ്ത അതേ പ്രവൃത്തി ചെയ്യുന്നതിനുള്ള വരദാനങ്ങളും വിശ്വാസവും നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ചോദിച്ചു മധുരം ഇടണോ? ശരി മധുരം ഇട്ടോളാൻ പറഞ്ഞു. മധുരം ഇട്ട്. പക്ഷേ ചായ കുടിച്ചിട്ട് മധുരമില്ല. സിസ്റ്റർ പറഞ്ഞില്ല ഞാൻ മധുരം ഇട്ടല്ലോ. പിന്നെ എന്താ മധുരമില്ലാത്തത്? ഇളക്കിയില്ല. അത് മറന്നുപോയി. ആ ഇട്ട മധുരം കപ്പിലുണ്ട്, അതിൻ്റെ അടിയിലിങ്ങനെ കിടക്കുകയാണ്. അതിനാണ് ഡോർമെൻ്റ് സിറ്റുവേഷൻ, ഒരു ഡോർമേഷൻ, ഒരു ഉറങ്ങിക്കിടക്ക് എന്ന പോലെ നമ്മളെല്ലാവരിലും മാമോദീസായിലൂടെ ഈ മധുരം, ഈ പരിശുദ്ധാത്മാഭിഷേകം, ഈ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കിട്ടിയിട്ടുണ്ട്. എനിക്ക് 40 വയസ്സായപ്പോഴാണ് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായത്. ആരും പറഞ്ഞിട്ടല്ല, ഞാനൊരു ധ്യാനവും കൂടിയില്ല. പരിശുദ്ധാത്മാവ് കൂടിയില്ലെങ്കിലും വചനം കേട്ടുകൊണ്ടിരിക്കേ എനിക്ക് മനസ്സിലായി. ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥനയിലൂടെ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ മാമോദീസായിൽ തന്നെ ഈ വരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അന്ന് തന്നെ ഞാൻ വചനം പ്രഘോഷിക്കാൻ ആരംഭിച്ചു. പിന്നീട് ഒരുപാട് വരദാനങ്ങൾ എന്നിൽ പ്രാവർത്തികമാകാൻ തുടങ്ങി. ഇതെല്ലാം എന്നിലുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. അതിനെ അഭിഷേകമാക്കുക എന്ന് പറഞ്ഞാൽ അത് തുറക്കപ്പെടണം. അത് തുറക്കുന്നതിന് ഒട്ടും ബുദ്ധിമുട്ടില്ല. കാരണം ഇത് എന്തിനാ ദൈവം തന്നേക്കണത് നിങ്ങളെ ശക്തരായ പ്രവാചകരാക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, മനുഷ്യൻ്റെ ശക്തിയിലൂടെ അല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അവൻ അവരെ വിളിച്ചു, അവർക്ക് കൊടുത്തു, അവരെ അയച്ചു. He called them, he gave them, he sent them. ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ, നമ്മളൊരാളെ പണിക്ക് വിളിച്ചാൽ അവൻ്റെ കയ്യിൽ ഉപകരണങ്ങൾ ഉള്ള പോലെ ഈ വിളിച്ചവരിലെല്ലാം ഉപകരണങ്ങളുണ്ടായിരുന്നു. ഉപകരണങ്ങൾ കൊടുത്തു. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ. ഈ വരദാനങ്ങൾ നമ്മളെല്ലാവരിലും ഉണ്ട്. അതിനെ ഇപ്പം തന്നെ പ്രാർത്ഥിച്ച് ഒന്ന് തുറക്കാൻ പോവുകയാണ്. നമ്മൾ ചായ കുടിക്കാൻ സമയമായോ? ആയില്ലേ? ആയോ? അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതിയോ? അനദർ 10 minutes ഇല്ലേ? 10-15 minutes എടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളെല്ലാവരിലും വരദാനങ്ങൾ ഉണ്ട് എന്ന കാര്യം വിശ്വസിക്കുന്നുവോ? ഇനി നിസ്സാര ഒരു പ്രാർത്ഥന മതി കേട്ടോ. ഈ വരദാനങ്ങൾ എന്തിനാണ് നിങ്ങളിൽ തന്നിരിക്കുന്നത്? ഫ്രിഡ്ജിൽ വെക്കാനാണോ? ഇത് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നിട്ട് 2 പേര് മുഖാമുഖം തിരിഞ്ഞ് നിൽക്കൂ. 2 പേര് മുഖാമുഖം തിരിഞ്ഞ് നിന്നിട്ട് ഒരാൾ കൈ ഇങ്ങനെ വിടർത്തി പിടിക്കുന്നു, ഒരാൾ കൈ വിടർത്തി പിടിക്കുന്നു, മറ്റേയാൾ ആ വിടർത്തി പിടിച്ചിരിക്കുന്ന കൈ വെച്ചിരിക്കുന്ന ആളുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് ഇതാണ്: പരിശുദ്ധാത്മാവേ, ഈ മകളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെല്ലാം തുറക്കണമേ. യെസ്, സ്റ്റാർട്ട്. പ്രാർത്ഥിച്ചോളൂ. ഈ മകളിലുള്ള ആത്മാവിൻ്റെ വരങ്ങളെല്ലാം തുറക്കണമേ. 3 പേരുണ്ടെങ്കിൽ ഒരാൾ 2 കൈ വെച്ച്, ഒരു കൈ ഒരാളുടെ കയ്യിലും ഒരു കൈ മറ്റൊരാളുടെ തലയിലും വയ്ക്കും. മറ്റേ കൈ ഇദ്ദേഹത്തിൻ്റെ തലയിൽ വയ്ക്കുക. 2 പേരുടെ തലയിൽ കൈ വയ്ക്കാൻ 2 പേര് അങ്ങനെ കറക്റ്റ്.
ഓക്കെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ മകളിലുള്ള വരദാനങ്ങൾ തുറക്കണമേ, വരദാനങ്ങൾ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ മകളിലുള്ള വരദാനങ്ങൾ തുറക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഈ മകളിൽ ഉള്ള വരദാനങ്ങൾ തുറക്കണമേ. ഭാഷാവരം, പ്രവചനവരം, ദർശനവരങ്ങൾ തുറക്കണമേ. രോഗശാന്തിവരം, അത്ഭുതങ്ങൾ നടത്തുന്ന വരം, പ്രഘോഷണവരം, എല്ലാ വരദാനങ്ങളും തുറക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഈ മക്കളിലുള്ള എല്ലാ വരദാനങ്ങളും തുറക്കണമേ. ശാല ഹല ബല ഹല ബല ഹല ബല. താങ്ക് യു ജീസസ്. പ്രൈസ് ദ ലോർഡ്. ഇനി അടുത്ത ആൾ വൈസ് വേഴ്സ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവി മകളിലുള്ള വരദാനങ്ങൾ തുറക്കണമേ. വരദാനങ്ങൾ, എല്ലാ വരദാനങ്ങളെയും അഭിഷേകമാക്കണമേ. സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും നൽകപ്പെട്ടിരിക്കുന്ന ഉറങ്ങിക്കിടക്കുന്ന വരങ്ങളെ ഉണർത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാല ഹല ബല ഹല ബല ഹല ബല ശാല ബല 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 ശാല ബല 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 ശാല ബല 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 ബല. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇനി നിങ്ങൾ ഒരു വർക്ക്ഷോപ്പ് പോലെയാണ്, നിങ്ങളിരിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച നിങ്ങൾ തന്നെ ടീമായിട്ട്, രണ്ടുപേരുടെ ടീമായിട്ട്, ഒരാൾ മറ്റൊരാളുടെ തലയിൽ കൈവച്ചെന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഇദ്ദേഹത്തെക്കുറിച്ച് എന്താ സന്ദേശം. ഇരിക്കാം, എല്ലാവരും ഇരിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നതിലൂടെ പല വെളിപാടുകളും നമുക്ക് തരുന്നു. ഒരു വരമാണ് ഈ ദർശനവരെന്നോ അല്ലെങ്കിൽ വേർഡ് ഓഫ് നോളജ്, വേർഡ് ഓഫ് വിസ്ഡം. അതായത് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളരുന്നതിൻ്റെ ചില മേഖലകളെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ഒരിക്കലൊരു ഇതേമാതിരി വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ ഒരു പെൺകുട്ടി ഒരു സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഒരു വാക്ക് ഇങ്ങനെ കേൾക്കുകയാണ്. ആ വാക്കിതാണ് പൊട്ടറ്റോ, പൊട്ടറ്റോ. അപ്പോൾ ഇവർ വിചാരിച്ച് ഇത് വെറുതെ കളിപ്പീരായിരിക്കും. അപ്പോൾ രണ്ടാമത് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും പൊട്ടറ്റോ ഒന്ന് കിട്ടി. അപ്പോൾ അവർ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്, എനിക്ക് അറിഞ്ഞൂടാ ഇത് ശരിയാവുമെന്ന്, പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാക്ക് പൊട്ടറ്റോ എന്നാണ്. സിസ്റ്റർ പറഞ്ഞു, അയ്യോ അത് വളരെ കൃത്യമാണ്. എൻ്റെ കർത്താവേ, സിസ്റ്റർ വാവിട്ട് കരയാൻ തോന്നി. സിസ്റ്റർ എന്തു പറ്റി? അതേ, ഞാൻ ഈ ഒരാഴ്ച ധ്യാനത്തിന് പോരുമ്പോൾ വിചാരിച്ച് എൻ്റെ കോൺവെൻറ്റിൽ ആ കിച്ചൺ ഗേൾ വെറുതെ ഇരിക്കാതിരിക്കൂലേ, അതുകൊണ്ട് അവൾ കുറേ പൊട്ടറ്റോ നടട്ടേന്ന് വിചാരിച്ച് ഒരു ചാക്ക് പൊട്ടറ്റോ മേടിച്ചുകൊണ്ട് വന്ന് അടുക്കളയിൽ വെച്ച്. പക്ഷേ പറയാൻ മറന്നുപോയി. ഒരു ചാക്ക് പൊട്ടറ്റോ ഈ കിച്ചൺ ഗേളിനൊരു പണിയാവുമല്ലോ. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഒരാഴ്ച ഉണ്ടല്ലോ, അവർ പൊട്ടറ്റോ നടട്ടെ എന്ന് വിചാരിച്ചു. ഉത്തരേന്ത്യയിലെ സംഭവം. പക്ഷേ ഈ തിരക്കിൽ പോന്നപ്പോൾ അവളോട് പറയാൻ മറന്നുപോയി, ആ ഒരു ചാക്ക് പൊട്ടറ്റോ ഈ കിച്ചണിൽ ഇരിക്കുന്നതാണ് എൻ്റെ അകത്തുള്ള പല വിചാരം മുഴുവനും. അപ്പോൾ ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയാണ്, ആ പൊട്ടറ്റോനെ വിട്, നീ ഇവിടെ ധ്യാനം കൂട്. അപ്പോൾ ഇങ്ങനത്തെ തമാശകൾ വരെ പരിശുദ്ധാത്മാവ്, തമാശയല്ല കാര്യം, പക്ഷെ അതിലൂടെ സിസ്റ്ററിന് മനസ്സിലായി, ദൈവമേ പരിശുദ്ധാത്മാവ് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത്. മറ്റൊരു സിസ്റ്ററിൻ്റെ കാര്യം, സിസ്റ്റർമാരായതുകൊണ്ട് ഇതിനൊത്ത് ഉദാഹരണം പറയാം. ഒരു സിസ്റ്ററിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോഴി കുറേ കുഞ്ഞുങ്ങളും, ഒരു കോഴി കുറേ കുഞ്ഞുങ്ങളും, ആ കുഞ്ഞുങ്ങളിൽ
ഒരു കുഞ്ഞ് കറുത്ത കുഞ്ഞ്, ബാക്കിയൊക്കെ മഞ്ഞ കുഞ്ഞുങ്ങളാണ്, ഒരുവിധം മഞ്ഞ. അപ്പോൾ ഈ പ്രാർത്ഥിച്ച സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെ ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോഴി കുഞ്ഞുങ്ങളാണ് കാണുന്നത്. അതെന്താണാവോ? 9 കുഞ്ഞുങ്ങളുണ്ട്, ഒരെണ്ണം കറുത്തത്, ബാക്കിയൊക്കെ മഞ്ഞ. എനിക്ക് മനസ്സിലായി. എന്താ മനസ്സിലായി? അതാണ് അടുത്ത വരമാണത്. മനസ്സിലാകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല. സിസ്റ്ററും ഇതേമാതിരി അങ്ങ് കോരിത്തെരിക്കുക മാത്രമല്ല, അങ്ങ് അത്ഭുതപ്പെട്ടു. സിസ്റ്റർ നോവീസ് മിസ്ട്രസ്സാണ്. ആ സിസ്റ്റർ നോവീസ് മിസ്ട്രസ്സാണ്. പക്ഷേ മദർ പറഞ്ഞിട്ട് അത് വേണ്ട, അതെൻ്റെ വിളി അല്ല എന്നും പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, സ്വീകരിക്കാൻ പറ്റണില്ല. പക്ഷേ ഇപ്പോൾ മനസ്സിലായി, ഈ നോവീസുകളാണ് ആ കോഴിക്കുഞ്ഞുങ്ങൾ, തള്ളക്കോഴി നോവീസ് മിസ്ട്രസ്. അപ്പം അതിനകത്ത് ഒരു നോവീസ് അമേരിക്കയല്ല, ആഫ്രിക്കയിൽ നിന്ന് വന്ന ഒരു കറുത്ത നോവീസാണ്. അതാണ് ആ കറുത്ത കുഞ്ഞ്. അത്രയും വരെ അതവരുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്കറിയണതാ. 9 നോവീസുമാരുണ്ട് അവർക്ക്. ഒന്ന് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു വിളിയാണ്, ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷൻ. അപ്പോൾ മനസ്സിലായി, ദൈവമേ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്ക് ആവശ്യമായ പല കാര്യങ്ങളും പരിശുദ്ധാത്മാവ് ഇങ്ങനെ കാണിച്ചു തരും. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാൻ പോകാണ്. പേടിക്കണ്ട, ആർക്കെങ്കിലും അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ കണ്ടില്ലെങ്കിലും പേടിക്കണ്ട. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദർശനമായിട്ടോ ഇങ്ങനെ വാക്കായിട്ടോ കേൾക്കും, അല്ലെങ്കിൽ ഒരു വേദനയായിട്ടോ. പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ്. അപ്പോൾ ചോദിക്കും, സിസ്റ്ററിന് നെഞ്ചിന് വേദനയുണ്ടോ? അയ്യോ എനിക്ക് ഭയങ്കര നെഞ്ചുവേദനയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാകാം. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരും. ഇങ്ങനെയാണ് വരദാനങ്ങളെ നമ്മളിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇറ്റ്സ് ഓൺലി എ ട്രിഗറിങ്. പിന്നീട് ഇത് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കും. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് പ്രാർത്ഥിച്ച് നോക്കിയോ. യു ക്യാൻ പ്രേ. സിസ്റ്റേഴ്സ് 2 പേര് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്നിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റേ ആൾ